ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്ത് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്. ശ്രീത്ത് അടങ്ങൂ, സമയം തരാം, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അങ്ങനല്ല. എന്തിനാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്? സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്മി ഞാൻ ഇടപെടും. എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ശ്രീത്തെ അസ്വസ്ഥപ്പെടല്ലേ, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അസ്വസ്ഥപ്പെടല്ലേ, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അതായത് ഇടപെട്ട് സംസാരിക്കുന്നത് ബാസിലിനെ കൊണ്ട് മിണ്ടാൻ അനുവദിക്കാത്തത് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മയാണ്, ശ്രീത്തിന് ദുർബലതയാണ്, ശ്രീത്തിന്റെ ദുർബലതയാണ്. അല്ല, ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീത്തിന്റെ ദുർബലതയാണ്, ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മ ദുർബലതയാണ്. ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ലല്ല, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ല, ശ്രീത്തെ ഇങ്ങനെ ഇടപെടലേ, നാണക്കേടാണ്, മോശമാണേ. അല്ല, ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. എല്ലാവരും ഇടപെടലാണ്. അതായത് ബാസിത്തിന്റെ മറുപടി ഇല്ലായ്മയിൽ ലാസ്റ്റ് ചർച്ച അലമ്പാക്കി മറുപടി ഇല്ലായ്മ ഉണ്ടാക്കലാണ് ശ്രീത്തിന്റെ ലക്ഷ്യം. അത് ദുർബലതയാണ്, അത് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മയാണ്. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. അത് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മ. ശ്രീത്ത് അടങ്ങും. ഇല്ല. ഇവിടെ ശ്രീത്ത് പറഞ്ഞത് ഇല്ല. ഇവിടെ ശ്രീജിത്ത് പറഞ്ഞത് ബാസിൽ കേട്ടോണ്ടിരിക്കുക. ശ്രീത്ത് എല്ലാരും കേട്ടോണ്ടിരിക്കുക. ആരും ഇടപെട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ശ്രീത്തെ ഇവിടെ ശ്രീത്ത് പറഞ്ഞത് ബാസിൽ കേട്ടോണ്ടിരിക്കുക, ഞാനും കേട്ടോണ്ടിരിക്കുക. അതിന് മറുപടി ഇല്ലാത്തോണ്ടല്ല, ഇടപെടാന്ന് വിചാരിച്ചിട്ടാ. വംശഹത്യയെ ന്യായീകരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടയാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ നിങ്ങളെ ആ പണിക്ക് കൊള്ളില്ല. ഇത് വാല് മുറിച്ചിട്ട് ശകലം കൊടുക്കുക. ഇത് പല്ലി വാല് മുറിക്കുന്ന പോലെ ശ്രീത്ത് ചെയ്യുന്ന ഈ പരിപാടി. ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അലമ്പാണെങ്കിൽ ശ്രീത്തിന് മ്യൂട്ടേണ്ടി വരും. അലമ്പാക്കരുത്, അലമ്പാക്കരുത്. നമ്മൾ അവസാനം അലമ്പാക്കരുത്. ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ശ്രീത്തെ ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. മറുപടി ഇല്ലായ്മയിൽ അസ്വസ്ഥമാവുക ശ്രീത്ത്. മറുപടി ഇല്ലായ്മയിൽ ശ്രീത്ത് അസ്വസ്ഥമാവുക. ബാസിത്തെ ചിരിച്ചോണ്ടിരിക്കുക. അതായത് ശ്രീജിത്തിന്റെ ഈ വിഷയത്തിലെ ദുർബലത പ്രകടമാക്കാൻ ശ്രീത്തിന് ഇടപെട്ടുകൊണ്ട് ശ്രീത്തിന്റെ മറുപടി ഇല്ലായ്മ ദുർബലത ഇടപെട്ടുകൊണ്ടിരിക്കുക. രോഷപ്പെടുക ഒരു കാര്യമില്ല. ബാസിത്തെ പറഞ്ഞു പൂർത്തിയാക്കും. അല്ലെന്ന് ഒരു മര്യാദ പറഞ്ഞിട്ടില്ല. ശ്രീത്തിന്റെ വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. ശ്രീത്തിന്റെ വാദങ്ങൾ പൊളിയുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. അങ്ങൊന്നും മിണ്ടാതിരിക്കൂ ശ്രീത്തെ. കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങ് രോഷപ്പെടാതിരിക്കൂ, അങ്ങ് ബി പി കൂട്ടാതിരിക്കൂ. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കും. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കുന്നത് ശ്രീത്തെ ബാസിത്ത് പറയട്ടെ. ബാസിനെ പറയാൻ സമ്മതിക്കില്ല ശ്രീത്ത്. കാരണം എന്താണ്? ബാസിത്തിന് മറുപടി ഇല്ല. ബാസിത്തിന്റെ ചോദ്യം ശ്രീത്തിന് മറുപടി ഇല്ല. അത് തന്നെ പറയാൻ അനുവദിക്കില്ല. ആയിക്കോട്ടെ. ബാസ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. വംശഹത്യ ന്യായീകരിക്കുന്നില്ല. 60,000 ആളുകളെ കൊന്ന ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ആൾ. ഇങ്ങനെ ചർച്ചയിൽ ഇടപെട്ട് കുളമാക്കുന്ന ആൾക്കാർ പ്രശ്നം എന്താണെന്നറിയോ? ചോദ്യത്തിന് മറുപടിയില്ല. അത് തന്നെയാണ് കാരണം. ഓക്കെ, എന്റെ സമയം ശ്രമിക്കണം. പിന്നെ ശ്രീജിത്ത് രോഷപ്പെടുന്നത് എന്തിനാ? ശ്രീജിത്ത് രോഷത്തിൽ ഇടപെടുന്ന എന്തിനാ? അതായത് ബാസിത്ത് പറയുന്ന ചോദ്യത്തിന് മറുപടിയില്ല. ആ മറുപടി ഇല്ലായ്മയിൽ ചോദ്യങ്ങൾ അമർത്താൻ വേണ്ടി പറയുന്നതാണ് ശ്രീജിത്ത്. ഇത് മോശമാണ് ശ്രീജിത്ത്. പോട്ടെ, എന്റെ സമയം കഴിഞ്ഞു. എൻകൗണ്ടർ പൂർണ്ണമാണ്. അല്പം മുമ്പ് 24 ന്യൂസിലുള്ള ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഉള്ള മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അതിൽ അവസാനം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദത്തിലാണ് അത് അവസാനിച്ചത്. വാഗ്വാദമൊന്നുമില്ല, ഞാൻ ഒരു പദം പറഞ്ഞതിന്റെ പേരിൽ സഹ പാനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ വാദം പൂർത്തിയാക്കാൻ സാധിക്കാതെ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം, ഇസ്രായേലിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീജിത്ത് പണിക്കർ. അപ്പൊ ഞാൻ പറഞ്ഞു വംശഹത്യയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് പിടിക്കാതിരുന്നത്. അതായത് വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇടപെട്ട് പിന്നെ അങ്ങോട്ട് സംസാരിക്കാനേ സമ്മതിച്ചില്ല. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേലിനെ ന്യായീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ ഗസയിലടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തികളെയും ന്യായീകരിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ടി സംവാദം നടത്താനും അതിനുവേണ്ടി വീഡിയോകൾ ഇറക്കാനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല, വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് വിളിക്കാൻ പറ്റൂല എന്നുള്ളതാണ് അദ്ദേഹം ഒച്ചപ്പാടാക്കാനുള്ള കാരണം. ഇതിൽ ഞാൻ അത് ബോധപൂർവം തന്നെയാണ് വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് വിളിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കുറച്ചൊരു ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഇസ്ത്രി ഇട്ടുകൊണ്ട്
അദ്ദേഹം ചെയ്യുന്ന എന്താ? 60,000-ഓളം ആളുകളെ കൊന്നിട്ടുള്ള, വംശഹത്യ നടത്തിയിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത രൂപത്തിൽ എല്ലാ ഇന്റർനാഷണൽ ലോകളെയും വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോ ലൈവായിട്ട് ഇവിടെ ഒരു വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റെജീമിനെ ന്യായീകരിക്കുക, അവരുടെ പ്രവർത്തികൾ ന്യായീകരിക്കുക, അതിനുവേണ്ടി വാഗ്വാദങ്ങൾ നടത്തുക, അതിനുവേണ്ടി സംവാദങ്ങൾ നടത്തുക, ഇതൊക്കെ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? വംശഹത്യ ന്യായീകരിക്കുന്ന പണിക്കരെന്ന് വിളിക്കാൻ പാടില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു വാദം. ഏതുപോലെ ഇപ്പം ഒരാൾ ഹിറ്റ്ലറിനെ ഭയങ്കരമായി ന്യായീകരിക്കുകയാണ്. ഹിറ്റ്ലറിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്, അപ്പൊ അയാൾ പറയുന്നത് ഹിറ്റ്ലറിന്റെ ജൂത കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. ഹിറ്റ്ലറിനെ ന്യായീകരിക്കുന്നുണ്ട്, പക്ഷെ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്ന ആൾ, ജൂത വംശഹത്യയെ ന്യായീകരിക്കുന്ന ആൾ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇസ്രായേലിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇസ്തിരിയിട്ട് പറഞ്ഞാലും, എത്ര വടിവത്ത ഭാഷയിൽ പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്നത് വംശഹത്യക്കുള്ള ന്യായീകരണമാണ്. ഇനി അത് വംശഹത്യ അല്ല എന്നാണോ എങ്കിൽ നമുക്ക് നോക്കാം. യുഎന്നിന്റെ തന്നെ യുണൈറ്റഡ് നാഷൻസിന്റെ കൺവെൻഷൻ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ആൻഡ് പണിഷ്മെന്റ് ഓഫ് ക്രൈം ഓഫ് ജനോസൈഡ്, അതിൽ എന്താണ് ജനോസൈഡിനുള്ള അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്? എനി ഓഫ് ദ ഫോളോയിങ് ആക്ട് കമ്മിറ്റഡ് ബൈ ഇന്റന്റ് ടു ഡിസ്ട്രോയ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് എ നാഷണൽ, എത്നിക്കൽ, റേഷ്യൽ ഓർ റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത് തന്നെ. അപ്പോ ഇങ്ങനെ, അതായത് ഇസ്രായേൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഗസയിലുള്ളവരെ വംശഹത്യ ചെയ്തുകൊണ്ട് 60,000 ആളുകളെയാണ് ഈ ചെറിയ സമയം കൊണ്ട്, 1.5 വർഷം കൊണ്ട് 60,000 ആളുകളെ ഈ രൂപത്തിൽ, ഈ ഡെഫിനിഷനിൽ പറഞ്ഞ അതേ രൂപത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആരോപിക്കുക മാത്രമല്ല, അവർ ഈ ഒരു ഗസയിലേക്കുള്ള അധിനിവേശം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിളിൽ പറഞ്ഞ അമേരിക്കരെ ഇല്ലാതാക്കിയതുപോലെ, അതായത് ജീവനുള്ള എല്ലാത്തിനെയും, അവിടെയുള്ള കന്നുകാലികളെ അടക്കം എല്ലാത്തിനെയും ഇല്ലാതാക്കി എന്ന് പറയുന്ന ബൈബിളിലുള്ള കഥ, അമേരിക്കരെ ഇല്ലാതാക്കിയ അതേ സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ്, അതായത് വംശഹത്യ നടത്താൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. You must remember what Amalek has done to you, says our Holy Bible. And we do remember, and we are fighting. Our brave troops and combatants who are now in Gaza or around Gaza and in all other regions in Israel are joining this chain of Jewish heroes, a chain that has started 3,000 years ago. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ്. അതുപോലെ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് പാർക്കിംഗ് ലോട്ടാക്കുന്നതാണ്. ഗസയെ ഒരു പാർക്കിംഗ് ലോട്ടാക്കും എന്ന് വെച്ചാൽ അത്രയും അതിനെ ഇല്ലാതാക്കി കളയും, വംശഹത്യ നടത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. ഭീകരരാഷ്ട്രത്തിന് സംശയമില്ല അവർ ചെയ്യുന്നത് വംശഹത്യയാണെന്നുള്ളത്. പക്ഷെ അതിനെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ വംശഹത്യ ന്യായീകരിക്കുന്നു എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള വാദം എന്ന് പറയുന്നത്. പക്ഷെ അത് നടക്കൂല. കാരണം നിങ്ങൾ വംശഹത്യ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ വളരെ അഭിമാനപൂർവ്വം വംശഹത്യ ന്യായീകരിക്കുന്ന പണിക്കർ എന്നുള്ള ആ ഒരു ടാഗ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അത് വെക്കാൻ തയ്യാറായിക്കൊണ്ട് വേണം അതിന് ചെയ്യാൻ. ഇങ്ങനെയുള്ള ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോൾ അതിനുള്ള അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ സഹിക്കാൻ കൂടി തയ്യാറാവണം എന്നുള്ളതാണ്. കാരണം എന്നെയും നിങ്ങളെയും പോലെയുള്ള ജീവനുള്ള, അതുപോലെ തന്നെ രക്തവും മാംസവുമുള്ള, വേദന അറിയുന്ന 60,000 ആളുകളെയാണ്. ആയിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ വാദപ്രകാരം ഒരു 10,000-ഓ 20,000 ഹമാസുകാരുണ്ടായിക്കോട്ടെ, ആ ഹമാസുകാരെ മാറ്റുക. ബാക്കി 40,000 ആളുകൾ, അതിൽ തന്നെ 25,000 ചെറിയ കുട്ടികൾ, അവരെ കൊന്നൊടുക്കിയ ആ കാര്യത്തെ ന്യായീകരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് വംശഹത്യയെ ന്യായീകരിക്കുന്നവർ എന്ന ടാഗോടുകൂടി തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും അത്തരത്തിൽ തന്നെയായിരിക്കും വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് പറയാം. അതിൽ വല്ലാതെ പ്രൊവോക്കേറ്റഡ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ അതിൽ അവസാനം ഞാൻ പറയാൻ അദ്ദേഹം സമ്മതിക്കാതിരുന്ന കുറച്ച് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇറാൻ ഭയങ്കര പ്രശ്നം ചെയ്തു. ഞാൻ പറഞ്ഞു ഇറാൻ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കാനല്ല നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ ഇറാൻ ചെയ്ത പ്രധാന പ്രശ്നം എന്താ? അത് ആണവ ബോംബ് ഉണ്ടാക്കുന്ന രൂപത്തിൽ, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ തിരിച്ചു ചോദിച്ചത്, അപ്പൊ ഇസ്രായേലോ? അപ്പൊ അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? MPT സൈൻ ചെയ്തിട്ടുണ്ട്. ഇറാൻ MPT സൈൻ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ എന്ത് ചെയ്തിട്ടില്ല? സൈൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇറാൻ ഇൻസ്പെക്ഷൻസിനെ അലോ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പൂർണ്ണമായ ഫുൾ സ്കോപ്പ് ഇൻസ്പെക്ഷനെ ഇസ്രായേൽ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അലോ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇറാൻ ചെയ്ത പ്രശ്നം എന്താ? അപ്പോ സൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് പിന്മാറിയ പോരെ. ഇസ്രായേൽ ഇവിടെ വളരെ ദുരൂഹമായിക്കൊണ്ട് അവർക്ക് ആണവ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു പരസ്യമായ ഒരു രഹസ്യം പോലുള്ള ഒരു കാര്യം. അപ്പം അവർക്കത് ചെയ്യാം. അവരത് സൈൻ ചെയ്യുക പോലും ചെയ്യാതെ അവരത് ചെയ്യുകയും ചെയ്യും. എന്നാൽ
മറ്റോൻ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി ആക്രമിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെയുള്ള ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. എന്നിട്ട് അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇന്ത്യ NPT സൈൻ ചെയ്തിട്ടില്ല. ഇന്ത്യ NPT സൈൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ അതിനെയൊന്നും ഗൗനിക്കാതെ തന്നെ ഇന്ത്യ ആണവ ബോംബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ അതിനെ പിന്നെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ IAEA മെമ്പർ ആണെന്നുള്ളതാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, IAEA എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്രായേൽ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ IAEA ഫുൾ കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് അഗ്രിമെന്റ് എന്ത് ചെയ്തിട്ടില്ല? ഇസ്രായേൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഫുൾ സ്കോപ്പ് IAEA ഇൻസ്പെക്ഷൻസിനെ ഇസ്രായേൽ അലൗ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യാത്ത, ഈ രൂപത്തിൽ ചെയ്യാത്ത ഇസ്രായേലാണ് ഇറാനെ പോയിട്ട് ആക്രമിക്കുന്നത്. അതിലെ ഇരട്ടത്താപ്പാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അത് ഇരട്ടത്താപ്പ് പുറത്താവുമെന്ന് മനസ്സിലായപ്പോഴാണ് വെറുതെ കയറി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇസ്രായേൽ അങ്ങനെ ദുരൂഹമായിട്ട് ബോംബുകളും അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇറാൻ അത് പറ്റൂല. കാരണം എന്താ? ഇറാന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന് ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, വളരെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത്. എനിക്ക് എന്താ പറയാ, ചിരിയാണ് വന്നുപോയത്. അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നുപോയത്. കാരണം എന്താ വെച്ചാൽ, എന്താണ് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ്? ട്രാക്ക് റെക്കോർഡ് ഒന്നും വേണ്ട. ഇപ്പോഴുള്ള റിയാലിറ്റി എന്താ? ഒരേ സമയത്ത് ലെബനോൻ, സിറിയ, അതുപോലെ തന്നെ ഗസ, വെസ്റ്റ് ബാങ്ക്, ഇവിടെ എല്ലായിടത്തും കയ്യേറ്റം നടത്തുകയും അവരുടെ എല്ലാവരുടെയും ഇന്റർനാഷണൽ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ഒരു ഇന്റർനാഷണൽ ലോയും അബൈഡ് ചെയ്യാത്ത ഒരു രാജ്യത്തെയാണ് ഭയങ്കര ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. തീർച്ചയായും ഇറാനും എന്ത് ചെയ്തിട്ടുണ്ട്? പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രോക്സികൾ വഴി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനോട് നമുക്ക് വിയോജിപ്പ് തന്നെയാണ്. പക്ഷേ അത് പറയാൻ ഇസ്രായേലിന് ഒരു ന്യായമില്ല. ഇസ്രായേൽ ഒന്നാമത് ഈ പറഞ്ഞ കരാർ പോലും ഒപ്പിടാതെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുരൂഹമായി ചെയ്ത രാജ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താ? ഒരു ഇന്റർനാഷണൽ ലോയും അനുസരിക്കില്ല. അതേപോലെ തന്നെ 32 UN റെസൊല്യൂഷൻസിനെയാണ് ഇസ്രായേൽ എന്ത് ചെയ്തിട്ടുള്ളത്? കാറ്റിൽ പറത്തിയിട്ടുള്ളത്. 968 സീസ് ഫയർ അഗ്രിമെന്റുകളാണ് തെറ്റിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അടക്കം ഇത്തരത്തിലുള്ള അവർക്കെതിരെ, ഈ ഇസ്രായേലിന്റെ നേതാക്കന്മാർക്കെതിരെ ഈ അറസ്റ്റ് വാറണ്ട് അടക്കം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇസ്രായേലിന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡുകൾ ഇസ്രായേലിനെ കുറിച്ചാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഭയങ്കര നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇല്ല. അവിടെയുള്ള, ഞാൻ ചർച്ചയിൽ പറഞ്ഞു, പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഒരു തെമ്മാടി രാഷ്ട്രം, ഇതാണ് ഇസ്രായേൽ. അതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ ക്ലിയർ ആണ്. ആ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയോടുള്ള മാനസികമായ ആ ഒരു പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അതിനുവേണ്ടിയൊക്കെ ന്യായീകരിക്കാൻ വരുന്നത്. അല്ലാതെ ആരെങ്കിലും ഇതിനെ ന്യായീകരിക്കോ? ഇവിടെ ഞാൻ പറയാൻ വിചാരിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ ഇരട്ടത്താപ്പുകളുടെ പെരുമഴയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും കാണുന്ന ഈ NPT സൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം. രണ്ടാമത്തത് ഈ ഇടയ്ക്ക് തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇറാൻ സീസ് ഫയർ ലംഘിച്ചു. ഇസ്രായേലോ? ഞാൻ നേരത്തെ പറഞ്ഞു, 968 സീസ് ഫയർ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്തെ ന്യായീകരിക്കാൻ വരിക, എന്നിട്ട് അവിടെ നടത്തുന്ന കൂട്ടക്കൊലയെ ന്യായീകരിക്കാൻ വരും. എന്നിട്ട് എന്ത് പറയാൻ പാടില്ല? വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് വിളിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ ഇടയ്ക്ക് കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇറാൻ എന്ത് ചെയ്തു? ഇസ്രായേലിലുള്ള ഒരു ആശുപത്രി ആക്രമിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക, ലെബനോനിൽ മാത്രം 40 ആശുപത്രികളാണ് ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത് കളഞ്ഞത്. അതിൽ 178 ഹെൽത്ത് വർക്കേഴ്സ് അവിടെ മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഗസയിൽ മാത്രം ഈ കഴിഞ്ഞ സമയത്ത് മാത്രം 36 ആശുപത്രികളാണ് ഇസ്രായേൽ ആക്രമിച്ചില്ലാതാക്കിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ഹെൽത്ത് വർക്കേഴ്സും ഡോക്ടേഴ്സും രോഗികളുമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് മാത്രം ഇറാനിൽ 3 ആശുപത്രികളാണ് ഇസ്രായേൽ തകർത്തിട്ടുള്ളത്. ഇസ്രായേലിൽ ഇതൊക്കെ ആവാം. ഇസ്രായേലിന് സൈൻ ചെയ്യേണ്ട, ഇസ്രായേലിന് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാം, ഇസ്രായേലിന് ആശുപത്രികൾ തകർക്കാം, ഇസ്രായേലിന് കുട്ടികളെ കൊല്ലാം, ഇസ്രായേലിന് സിവിലിയൻസിനെ കൊല്ലാം, ഇസ്രായേലിന് വംശഹത്യ നടത്താം. പക്ഷെ എന്ത് ചെയ്യരുത്? മറ്റൊരു രാജ്യം അത് ചെയ്ത ഭയങ്കര പ്രശ്നമാണ്. തീർച്ചയായും ഇറാനോട് നമുക്ക് അതിൻ്റെതായ വിയോജിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറാൻ നടത്തുന്ന പ്രോക്സി വാറുകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ ഇത് പറയാനോ ഇത് ന്യായമാക്കിക്കൊണ്ട് ഒരു യുദ്ധം നടത്താനോ ഇസ്രായേലിന് എന്ത് മോറലായ എന്ത് ബാധ്യതയാണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു അർഹതയാണുള്ളത് എന്നുള്ളതാണ് നമ്മൾ അവിടെ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഇടങ്ങേറാവുന്ന മനസ്സിലായത് കൊണ്ടായിരിക്കാം അതിലിടയിൽ കയറി ഇടപെടുകയും ഒരുപാട് ഒച്ചപ്പാടാക്കുകയും ചെയ്ത്. നമ്മൾ വളരെ കൃത്യമായിട്ട് ചോദിച്ചു, ആയിക്കോട്ടെ, നിങ്ങൾ വംശഹത്യയെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് പറയുന്നില്ല. 60,000 കുട്ടികളെ അല്ലെങ്കിൽ 60,000 ആളുകളെ, അതിൽ തന്നെ 25,000 കുട്ടികളെ കൊന്നതിനെ
ആ ഒരു റജീമിനെ ന്യായീകരിക്കുന്ന, ആ ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന പണിക്കർ, അങ്ങനെ പറഞ്ഞാലും മതിയല്ലോ അല്ലെ? 60,000 ആളുകളെ കൊന്നതിനെ ന്യായീകരിക്കുന്ന പണിക്കർ, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഏതായാലും സംഭവം ഇത്രേ ഉള്ളൂ. ഇത്രയും വൃത്തികെട്ട മാനവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുകയും വേണം, എന്നാ ഇങ്ങനൊന്നും വിളിക്കാനും പാടില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഞാൻ സംഘീയല്ല പക്ഷേ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എല്ലാ സംഘിത്തരങ്ങളെയും ന്യായീകരിക്കും, എല്ലാ ഇത്തരത്തിലുള്ള കലാപങ്ങളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള വലതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നാറിയ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കും. പക്ഷേ എനിക്കെന്ത് ചെയ്യണം? ഇസ്തിരിയിട്ട് വടിവത്ത ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കണം. ആ പരിപാടി നടക്കൂല. നിങ്ങൾ ചെയ്യുന്നത് നാറിത്തരമാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് വൃത്തികേടിനെ ന്യായീകരിക്കലാണെങ്കിൽ അത് നിങ്ങൾ അതിന്റെ ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് വംശത്തെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ വംശത്തെ ന്യായീകരിക്കുന്ന പണിക്കർ എന്ന് തന്നെ ആളുകൾ വിശേഷിപ്പിക്കും. അതിപ്പോ ഒരു ചാനൽ ചർച്ചയിലെ ഒച്ചപ്പാടാക്കിയത് കൊണ്ടൊന്നും അത് ഇല്ലാതാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് വളരെ വിനീതമായി കൊണ്ട് പറയാനുള്ളത്. അപ്പോ ഇതാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്നത്. പക്ഷെ ഈ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഒക്കെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അതൊക്കെ മാറി വരും എന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായും മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകും. ഇത്തരത്തിലുള്ള വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അത്തരത്തിൽ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അദ്ദേഹം എന്തായാലും അതിനുള്ള നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൽ ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിൽ ഇടപെട്ടു. അത് ഒന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.